റെഡി ആയിട്ടോ. ബൈ. ഗുഡ് മോർണിംഗ്. നമുക്കിന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പോഹയാണ് ഉണ്ടാക്കണേ. പോഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവല്. ചായ അവിടെ റെഡി ആവണ നേരം കൊണ്ട് ഞാൻ നമ്മുടെ കൗണ്ടറിലുണ്ടായിരുന്ന ഉണങ്ങിയ പാത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ എനിക്ക് അവിടെ സ്ഥലം ഉണ്ടാവില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടോ. ചായ ഞാൻ അവന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ ഇന്നിവിടെ സോഫയിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ജപ്ജി സാഹിബ് വെക്കാറുണ്ട്. പ്രെയർ ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ആ കൗണ്ടറും പാത്രങ്ങളും ഒക്കെ അപ്പോൾ ക്ലീൻ ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പരിപാടികൾ നോക്കണം. ഞാൻ എന്തായാലും സമയമൊന്നും കളയാൻ നിൽക്കണില്ല കേട്ടോ. കാരണം വേറെ ഒന്നും കണ്ടല്ല, എനിക്ക് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒരു സീസൺ തീർക്കാനുണ്ട്. പഠിച്ച് തീർക്കാനുണ്ടെന്ന് പറയണ പോലെ ഞാൻ പറയണം. ബട്ട് എന്താ ചെയ്യുക, അത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അപ്പം ഇന്ന് ഉണ്ടാക്കാനുള്ളതെല്ലാം എനിക്ക് ഇന്നലെ തന്നെ ജഗ്മോൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് പരിപാടി തീരുന്നു വിചാരിക്കുന്നു. എല്ലാം ഉണ്ടാക്കി തീർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ പാത്രം കഴുകാൻ നിൽക്കണമല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് പരിപ്പ് കുത്തി കാച്ചിയതും കോവയ്ക്ക ഉപ്പേരിയും. കോവയ്ക്ക ഉപ്പേരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കോവയ്ക്ക എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കോവയ്ക്ക ഉപ്പേരിയും ചിക്കൻ കുറച്ചിരിക്കുന്നുണ്ട്, ഒരു ചിക്കൻ ബ്രസ്റ്റ് ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ 3 സംഭവങ്ങളിൽ ലഞ്ചിനുള്ളത്. അപ്പം നമുക്ക് സമയം കളയാൻ നിൽക്കില്ല, അത് പോയി ചെയ്യാം. ഇതുപോലെ ഇരിക്കും. ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത് ആവിയിലൊന്ന് വേവട്ടെ. അതെങ്ങനെ ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ഇത് അരിഞ്ഞു വെക്കാം. പച്ചമുളക്, മറ്റേ കൊല്ലമുളക് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പക്ഷെ വെളുത്തുള്ളി നല്ലോണം. ഈ പരിപ്പ് കുത്തി കാച്ചിയതുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. എന്തൊരു മൂവി എപ്പോഴും കൊണ്ടുവന്നിരുന്നു കേട്ടോ. എപ്പോഴും അല്ല, എന്നാലും അവൾ ഓൾമോസ്റ്റ് ഇത് കൊണ്ടുവരുമായിരുന്നു. എനിക്ക് ഇരുന്നത് ഭയങ്കര ഇഷ്ടം. ഇതും പരിപ്പ് കുത്തി കാച്ചിയതും പിന്നെ അവൾ കൊണ്ടുവന്നിരുന്നത് ചെമ്മീൻ ഫ്രൈയും. ദൈവമേ, അവളെന്താണെന്ന് പറയുമ്പോണ്ടല്ലോ പാത്രം തുറക്കാൻ കാത്തിരിക്കും. ഞാനത് മെയിനായിട്ട് കാത്തിരിക്കാം. എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടം. എന്റെ വീട്ടിലങ്ങനെ ചെമ്മീനൊന്നും വാങ്ങില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഇവളിത് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കും.
പാത്രം തുറക്കുമ്പോ കൈയിട്ട് പാടില്ല. അതുപോലെ തന്നെ ആദ്യം അപർണയുടെ അമ്മ ഉണ്ടാക്കണ അച്ചാറ്, അത് സത്യം പറഞ്ഞാണല്ലോ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപർണയുടെ അടുത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞ ബികോം ആയിരുന്നു, ഞങ്ങളുടെ ക്ലാസ് മുകളിലായിരുന്നു. പക്ഷെ ബികോം ആണെങ്കിലും അവള് ഞങ്ങളുടെ കൂടെ ഉണ്ണാൻ വരിക. അപ്പൊ അവൾ മുകളിലേക്ക് വരും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, എടി ഇന്ന് അച്ചാറുണ്ടോ? നാരങ്ങയായാലും മാങ്ങയായാലും അമ്മ ഇടുന്ന അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇവളിങ്ങനെ തുറക്കാൻ കാത്തിരിക്കും. എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കും കൈയിട്ട് വരാൻ വേണ്ടിയിട്ട്. മുമ്പിയുടെ പാത്രത്തിൽ ഞാൻ മാത്രമേ കൈയിട്ട് വരാറുള്ളൂ. പക്ഷെ അപർണയുടെ പാത്രത്തിൽ അച്ചാറുണ്ടെങ്കിൽ എല്ലാരും കൈയിട്ട് വരും. അതുകൊണ്ട് ഈ പരിപ്പ് കുത്തിക്കാച്ചതും ചെമ്മീനും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഭയങ്കര ഓർമ്മകൾ കണക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവള് കൊണ്ടുവരുന്നത് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ബോൾ പോലെ ഇരിക്കില്ലേ, എനിക്ക് അതാ ഇഷ്ടം. ചില സമയത്ത് ഇങ്ങനെ വെറുതെ കിടക്കുന്നത് കൊണ്ടുവരും. ചോദിക്കും എന്തുട്ടാടി ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ പറയും അവൾക്ക് ഇക്കന്മാരുണ്ട് 3 പേര്. അപ്പൊ റാച്ചിക്ക് ഇങ്ങനെ വെറുതെ കിടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. ഓർമ്മ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാട്ടോ ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് പപ്പയും അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴത്തെ കഥകളും അച്ഛമ്മയൊക്കെ അവരുടെ ചെറുപ്പത്തിലെ കഥകളും ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു പണ്ട് കറണ്ട് കട്ടുള്ള സമയത്ത്. അതുകൊണ്ട് എനിക്കതൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താ പറയാ, ഓർമ്മകൾ ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യനും ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് പണ്ടത്തുള്ളത്. അച്ഛമ്മയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇന്ന് ഫോണില്ല, കത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാൻഡ് ലൈൻ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ വീട്ടില് ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അപ്പുറത്തെ ബേബിത്തന്റെ വീട്ടിലായിരുന്നു ഫോൺ വന്നോണ്ടിരുന്നത്. ഭയങ്കര വലിയ ഓർമ്മയില്ല അത്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അമ്മ അങ്ങോട്ട് പോയതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ മാറ്റങ്ങളല്ല വന്നിരിക്കണേ. അതെ, ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാട്ടോ കൂട്ടാണ്ടാക്കുന്നതിന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കയ്യോടെ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചാൽ എനിക്ക് സ്ഥലം ഉണ്ടാവും. നമ്മുടെ അടുക്കള കുഞ്ഞിലല്ലേ, അപ്പൊ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് കഴുകാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ അവിടെ കഴുകി വെക്കട്ടെ. ഇനി നമ്മുടെ പരിപ്പൂത്തി കാച്ചിതും കോവയ്ക്ക് ഉപ്പേരിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കയ്യോടെ അവിടെ ചെയ്ത് തീർത്താൽ എല്ലാ പരിപാടികളും തീർന്നു. പിന്നെ ഞാൻ ചോറ് വയ്ക്കാൻ മറന്നുപോയി. ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ചോറ് വയ്ക്കണ കാര്യം ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ അതും കൂടെ ഒന്ന് വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാം. ഇത് നോക്കിയ എന്റെ പരിപ്പ് കുത്തിക്കാച്ചി ഇത് റെഡിയാണ്. കോവയ്ക്ക് ഉപ്പേരി റെഡിയാ, ചോറും റെഡി ആവുന്നു. ഇത് ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചിക്കന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നോക്കിയേ, എന്റെ കിച്ചൺ പാത്രങ്ങളും എല്ലാം ഡണ്ണായി. എല്ലാം ഒന്നിച്ച് ചെയ്ത് പോകുമ്പോൾ എല്ലാം പെട്ടെന്ന് തീരുന്നു പറയുന്നത് ശരിയാട്ടോ. ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കുക ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഇവിടെ ചിക്കൻ റെഡി ആവുന്ന നേരം കൊണ്ടും ചോറ് റെഡി ആവുന്ന നേരം കൊണ്ടും ഞാൻ ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു. അതുകൊണ്ട് പടപെടുന്ന കാര്യങ്ങൾ തീർന്നത്. മണി 11:30 ആയിട്ടുള്ളൂ കൂടാ. അപ്പൊ ഒരു അരമണിക്കൂറിനുള്ള എന്റെ എല്ലാ പരിപാടികളും തീരും. എനിക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് എന്റെ സ്ട്രേഞ്ചർ തിങ്സ് കാണാം. ഞാൻ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, ഒരു 75 അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇതിന്റെ കൂടെ before. Oh yeah, that's before. He's gonna go for a haircut, so that's before. I'll give you the after. Yeah. Okay. Yeah. Bye bye. Bye bye. He will do that. You know, he is. On. Card. കിച്ചൺ കൗണ്ടർ ക്ലീൻ ചെയ്യാം. പിന്നെ ഫ്ലോറ് ഒന്ന് അടിക്കുക. ഇതും കൂടെ കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അടുക്കളയിൽ അങ്ങോട്ട് ഇറങ്ങാം. കഴിഞ്ഞു വരും. ചിക്കൻ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റണില്ല കേട്ടോ. അതിൽ തന്നെ കുറച്ചേരം കൂടി ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. പൊടിയും ചെളിയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ എനിക്ക് കണ്ടോ, നമ്മുടെ കിഡിലൻ ചിക്കൻ റോസ്റ്റ് റെഡി. നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി ഡൺ. ഞാൻ ഉണ്ടല്ലോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പാത്രങ്ങളിലായിട്ട് വെക്കാറ്. അതായത് നമ്മുടെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളത് ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം എന്നുള്ള രീതിയിലുള്ള പാത്രങ്ങളാട്ടോ വാങ്ങാറ്. അല്ല, അതിൽ തന്നെ വെക്കാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫാൻസി ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതും കഴുകാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തന്നെ വെക്കാറുള്ളൂ കേട്ടോ. പക്ഷെ ഫാൻസി ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ഭംഗിയിൽ ഇവിടെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. വീട്ടിലെ അമ്മയൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയുള്ള പാത്രങ്ങളിലാണ്. അമ്മ അങ്ങനെ തന്നെ ചെയ്യാറ്. ആ പാത്രമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അത് തന്നെ എടുത്ത് ഫ്രിഡ്ജിലും വെക്കാം, അടപ്പുള്ള പാത്രങ്ങൾ. പക്ഷെ എൻ്റെ അങ്ങനത്തെ ഇല്ല. നമ്മൾ വീട് മേടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇത് മതി. അപ്പൊ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കാത്തിരുന്ന ഐറ്റംസ് കാണാൻ പോകാം. ബാ.
എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമുക്ക് മാത്രമായിട്ട് ഒരു മീ ടൈം കിട്ടി. അത് എൻജോയ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ. He just came with look at him. No, I don't. Is it that bad? He is somebody else. He is somebody else. Fuck you. I don't like it. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. But he likes it. I don't know why. Yeah. It's a new look. As the place says, new look. New look. ആയിട്ടോ ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അവൻ ഓൾറെഡി കഴിച്ചു. അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ്. അതെല്ലാം ജനലൊക്കെ തുറന്നിട്ടുകൊണ്ട് ഭയങ്കര തണുപ്പ്. It was too cold. I don't know who that person is, but he was hungry, so I gave him food, and now he is sitting in my couch watching Stranger Things with me. I don't know why. I asked him to get out because that's an unfamiliar face, I guess. Okay, നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. Okay, he ate already. മുബി ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടടി. അവളല്ലാണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഒന്നെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ റുക്കുത്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഞാൻ കഴിയട്ടെ കേട്ടോ. 2 മണി. Now you guys. That person who's getting ready for his afternoon nap. No. I'm laying to watch film. Look at that. What he is doing. Yeah. And why did you change this, by the way? This one? Kiska? We're gonna have tea today. My husband from Parallel Universe is making that tea. As he is from that universe, he doesn't know where to put the sugar, so he put everything outside there.
നമ്മുടെ ചായ is getting the chai man is here. Chai man, okay? Chai man. Man. Chai man. No, actually, it's not. Very നമ്മൾ വൈകുന്നേരം ഇപ്പോൾ വേസ്റ്റ് കളയാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ റീസൈക്കിൾ ആണെന്നുണ്ടെങ്കിലും അല്ലാത്ത വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബിൽഡിങ്ങിൻ്റെ താഴെയാണ് അവർ ബിൻസ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് കളയാൻ വേണ്ടി പോവാം. പിന്നെയും തെങ്ങുമ്പത്താൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സംഭവം പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇപ്രാവശ്യം പോയപ്പോ വാങ്ങിയതാട്ടോ ഡബിൾ ഹോഴ്സിന്റെ ഈസി പാലപ്പം മിക്സ്. അപ്പം ഉണ്ടാക്കണ അപ്പച്ചട്ടി എന്റെ ഇല്ല, വെള്ളപ്പച്ചട്ടി. പക്ഷെ നമുക്ക് തവയിൽ ഇങ്ങനെ വട്ടത്തില് ഉണ്ടാക്കി നോക്കാലോ. അപ്പൊ അത് വിചാരിച്ച് വാങ്ങിയതാട്ടോ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് മിൽക്കിന്റെ ആവശ്യമില്ല, വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ മതി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പരീക്ഷിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു വെജ് സ്റ്റൂ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മീ ടൈമിലേക്ക് പിന്നെയും വന്നു കേട്ടോ. ഇതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കിൻ കെയർ എന്തായാലും ഞാൻ എല്ലാ ദിവസവും ചെയ്യും കേട്ടോ. ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചെയ്തിട്ട് തന്നെ കിടക്കാറുള്ളൂ. ഈ ഒരു മാസ്ക് ഞാൻ ആദ്യമായിട്ടോ യൂസ് ചെയ്യണേ. നമ്മുടെ എല്ലാ ഷീറ്റ് മാസ്കിനും വെള്ളയല്ലേ കളറ്, പക്ഷേ ഇതിന് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ നോർമൽ ഷീറ്റ് മാസ്ക് പോലെ തന്നെ ഇതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെക്കുക. ഇനി അതല്ല ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടാവും എത്ര നേരം വെക്കണം എന്നുള്ളത്. ചിലത് 10 തുടങ്ങി 15 ആയിരിക്കും, ചിലപ്പോൾ 15 തുടങ്ങി 20 ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷീറ്റ് മാസ്കിൻ്റെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതും എടുത്തിട്ട് ഞാനത് ഒന്നും കൂടെ അത് കളയാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് മുഖത്ത് തേച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുക. കുറച്ചും കൂടെ നല്ല ഹൈഡ്രേഷൻ കിട്ടാൻ ഇത് എഫക്റ്റീവ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ആക്ച്വൽ കളറ്. Check that. That's how you awakening. Smells good. I doubt.
नमक नहीं डालते? डालते हैं बट डाला मैंने बट आई गेस इट्स लेस फीका. फीका. ऊपर डाल दो. Yes. Enough. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അവൻ അപ്പം സ്റ്റൂ കഴിക്കണേ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ റാവിയോളി. സോ ഹി ഈസ് ഗോണ ട്രൈ ദാറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇസ് ഇറ്റ്. ഹാവ് ടു ടെൽ മീ ദ ട്രൂത്ത്. Very good. Needs a little bit of upu. Very good. Needs a little bit of ഉപ്പ്. Yeah. Yeah? Wow. My Okay. favorite. Yeah, that's his favorite. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. God Until bless you then, all. yeah, God bless you. Bye. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും. Bye bye.